മോസ്കോയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ റഷ്യൻ ആണവ സുരക്ഷാ സേനാ മേധാവി ഇഗോർ കിരിലോവ് കൊല്ലപ്പെട്ടു. യുക്രൈനിൽ റഷ്യ നടത്തിയ രാസായുധ പ്രയോഗത്തിന് നേതൃത്വം നൽകിയത് കിരിലോവ് ആണെന്ന ആരോപണം നിലനിൽക്കെയാണ് കൊലപാതകം. യുക്രൈൻ കിരിലോവിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തിയത് തൊട്ടടുത്ത ദിവസമാണ് ലഫ്റ്റനന്റ് ജനറൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം യുക്രൈൻ ഏറ്റെടുത്തു. റഷ്യയിലെ ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരിലൊരാളാണ് ആണവ സുരക്ഷാ സേനാ മേധാവിയായ ഇഗോർ കിരിലോവ്. റഷ്യയുടെ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഡിഫൻസ് ഫോഴ്സിന്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥൻ. കിരിലോവിന്റെ അപ്പാർട്ട്മെന്റിന് പുറത്ത് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചായിരുന്നു മരണം. 300 ഗ്രാം സ്ഫോടക വസ്തു ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനം റിമോട്ട് ഉപയോഗിച്ചാണ് നിയന്ത്രിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈനിൽ രാസായുധ പ്രയോഗത്തിന് നേതൃത്വം നൽകിയത് കിരിലോവാണെന്ന് യുക്രൈൻ ആരോപിച്ചിരുന്നു. കിരിലോവിന്റെ നേതൃത്വത്തിൽ റഷ്യ ഏകദേശം 5000 തവണ രാസായുധം പ്രയോഗിച്ചെന്നായിരുന്നു യുക്രൈന്റെ സെക്യൂരിറ്റി സർവീസ് ആരോപിച്ചത്. കിരിലോവിനെതിരെ യുക്രൈൻ കഴിഞ്ഞ ദിവസം യുദ്ധക്കുറ്റം ചുമത്തിയതിന് തൊട്ടടുത്ത ദിവസമാണ് സ്ഫോടനത്തിൽ ലഫ്റ്റനന്റ് ജനറൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം യുക്രൈൻ ഏറ്റെടുത്തിട്ടുണ്ട്. രാസായുധ പ്രയോഗം ആരോപണത്തെ തുടർന്ന് ബ്രിട്ടൻ, കാനഡ, ന്യൂസിലാൻഡ് രാജ്യങ്ങൾ കിരിലോവിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈനിൽ രാസായുധം പ്രയോഗിച്ചതിലും വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും നേതൃത്വം നൽകിയെന്നാരോപിച്ചാണ് ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തിയത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ച ക്ലോറോപിക്രിൻ ഉൾപ്പെടെ യുക്രൈനിൽ പ്രയോഗിച്ചുവെന്ന് റഷ്യ സമ്മതിച്ചതായും ബ്രിട്ടൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാസായുധ പ്രയോഗം നടത്തിയെന്ന ആരോപണം റഷ്യ നിഷേധിക്കുകയാണ്. കോസ്ട്രോമോ ഹയർ മിലിറ്ററി കമാൻഡ് സ്കൂൾ ഓഫ് കെമിക്കൽ ഡിഫൻസിൽ പഠനം പൂർത്തിയാക്കിയാണ് കിരിലോവ് സൈനിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. സൈനിക കരിയറിൽ വ്യത്യസ്ത പദവികൾ പ്രവർത്തിച്ച കിരിലോവ് 2017 ഏപ്രിലാണ് റഷ്യൻ ആണവ സുരക്ഷാ സേനയുടെ തലപ്പത്തേക്ക് എത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.